Hi, hello everybody. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് യൂണിറ്റ് 2 ഹോട്ട്സം OT ആൻഡ് ETN പ്രിവെന്റബിൾ ഡിസീസ് എന്ന ടോപ്പിക്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ഡിസീസ് ഇസ് ഡിഫൈൻഡ് ആസ് ബോഡിക്ക് നോർമൽ ഇല്ലാത്തൊരവസ്ഥയാണ് ഡിസീസ് എന്ന് പറയുന്നത്. അപ്പം ഇഞ്ചുറി മാത്രമല്ല, മെൻ്റൽ സ്ട്രെസ് മാത്രമല്ല, ബോഡിക്ക് നോർമലിൽ നിന്ന് മാറിപ്പോകുന്ന ഏത് കണ്ടീഷനും ഡിസീസ് എന്ന് പറയാം. അപ്പോൾ ആൻസർ ബി ആണ്. സ്റ്റഡി ഓഫ് ഡിസീസ് ഈസ് കോൾഡ്. ഡിസീസ് വെച്ചാൽ അസുഖമാണ്. അസുഖത്തിന് നമ്മൾ പെത്തോളജി എന്നാണ് പറയുന്നത്. അനാറ്റമി മീൻസ് സ്റ്റഡി ഓഫ് ബോഡി സ്ട്രക്ചറാണ്. ഫിസിയോളജി ബോഡി ഫങ്ഷനാണ്. മൈക്രോബയോളജി സ്റ്റഡി ഓഫ് മൈക്രോബ്സ് ആണ്. അപ്പം അസുഖത്തിനാണ് നമ്മൾ പെത്തോളജി എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്. ഇൻഫെക്ഷൻ ഈസ് കോസ്ഡ് ബൈ ഇൻഫെക്ഷൻ ആക്ച്വലി ഓർഗാനിസംസ് ആണ്, മൈക്രോ ഓർഗാനിസം അണുക്കളാണ്. ബാക്ടീരിയ, വൈറസ്, ഫംഗസ് എന്നൊക്കെയാണ് ഇൻഫെക്ഷസ് ഓർഗാനിസംസ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ സി ആണ്, മൈക്രോ ഓർഗാനിസം. ഇറ്റ് ഈസ് നോട്ട് എൻ ഇൻഫെക്ഷസ് ഏരിയ. ഇൻഫെക്ഷൻസ് നേരത്തെ പറഞ്ഞ പോലെ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് ഇതുപോലത്തെ ലിവിങ് ഏജൻസിനെയാണ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് ആൻസർ സി ആണ്. വിച്ച് ഈസ് നോട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ സി ആണ്, മിനറൽ ഡെഫിഷ്യൻസി. വിച്ച് ഈസ് എ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഒരാളുടെ നിന്ന് അടുത്ത ആളുടേക്ക് പകരുന്ന ഒരു അസുഖത്തിനാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് പറയുന്നത്. രണ്ടാൾക്കാരുടെ ഇടയിൽ സ്പ്രെഡ് ചെയ്യുന്ന, രണ്ടിൽ കൂടുതലുള്ള ആൾക്കാരുടെ ഇടയിൽ സ്പ്രെഡ് ചെയ്യുന്ന കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് പകരുന്ന അസുഖം എന്ന് പറയുന്നത് എൻ്റെ ഓപ്ഷൻ സി ആണ്, ട്യൂബർക്ലോസിസ്. അനീമിയ ഈസ് എ. അനീമിയ എന്ന് വെച്ചാൽ നമുക്ക് ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്ന ഒരു കണ്ടീഷനാണ്. RBC അളവ്, ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്ന ഒരു കണ്ടീഷനാണ് അനീമിയ എന്ന് പറയുന്നത്. അപ്പം അതിൽ എന്തോ ഒരു കുറവ് അതിനകത്തുണ്ടാവും. അപ്പം ആൻസർ ഇതിനകത്ത് കറക്റ്റ് ആൻസർ ബി ആണ്. പക്ഷെ ചിലപ്പോൾ എയും കറക്റ്റ് ആവാം. കാരണം ചില അനീമിയ ജനറ്റിക് ആയിട്ടുള്ള ഡിസീസ് ഉണ്ട്. ലൈക്ക് സിക്കിൾ സെൽ അനീമിയ, തലസീമിയ എന്നൊക്കെ പറയുന്നത് ജനറ്റിക് ഡിസീസ് ഉണ്ട്, അനീമിയയുടെ അവസ്ഥ ഉണ്ടാവും. ഓക്കെ, പക്ഷെ ഇതിനകത്ത് ഇപ്പം ബെസ്റ്റ് ഓപ്ഷൻ ബി ആണ്. ഡെഫിഷ്യൻസി ഡിസീസ് അയൺ ഡെഫിഷ്യൻസി ആണ്. ഓക്കെ, സ്കർവി എന്ന് പറയുന്നത് വൈറ്റമിൻ സിന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് വരുന്നത്. നമ്മൾ ചുണ്ടൊക്കെ ക്രാക്ക് ചെയ്ത് പോകും. വൈറ്റമിൻ സി കുറയുമ്പോഴാണ് നമ്മൾ ചുണ്ടിൻ്റെ മെമ്പറൈനൊക്കെ ക്രാക്ക് ചെയ്ത് പോകുന്നത്. അപ്പോൾ ആൻസർ ബി ആണ്. റിക്കറ്റ്സ് ഡെഫിഷ്യൻസി കോസ്ഡ് ബൈ വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡിയുടെ കുറവ് കൊച്ചു കുട്ടികൾക്ക് ഉണ്ടാകുമ്പോഴാണ് റിക്കറ്റ്സ് എന്ന അസുഖം ഉണ്ടാകുന്നത്. ബോൺ വീക്ക് ആയിരിക്കും, ബോൺ ബെൻഡായി പോകും. ആ അവസ്ഥയാണ് റിക്കറ്റ്സ്. ഓക്കെ, ആൻസർ എ ആണ്. ക്വാഷിയോർക്കർ ഇസ് ഡ്യൂ ടു ലാക്ക് ഓഫ്. ഇത് ആൻസർ സി ആണ്, പ്രോട്ടീൻ. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ബേസിക്കലി ഉള്ള 3 ഇമ്പോർട്ടൻറ്റ് കമ്പോണൻസ് ആണ് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റും. പിന്നെ മിനറൽസും വൈറ്റമിൻസും മിനറൽസും വാട്ടറും. ഇത്രയാണ് നമ്മുടെ ഫുഡിൻ്റെ കമ്പോണൻറ്റ്. അതിൽ പ്രോട്ടീൻ്റെ കുറവ് വരുമ്പോഴാണ് ക്വാഷിയോർക്കർ എന്ന് പറയുന്ന അസുഖം ഉണ്ടാകുന്നത്. നൈറ്റ് ബ്ലൈൻഡ്നെസ് ഇസ് ഡ്യൂ ടു. നൈറ്റ് ബ്ലൈൻഡ്നെസ് വെച്ചാൽ ലൈറ്റ് കുറയുമ്പോൾ കാണാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ നമുക്കറിയാം കാഴ്ചയായിട്ട് ബന്ധപ്പെട്ട വൈറ്റമിനാണ് വൈറ്റമിൻ എ. വൈറ്റമിൻ എ ഉണ്ടെങ്കിൽ മാത്രമേ റെറ്റിന വർക്ക് ചെയ്യുള്ളൂ. ലൈറ്റിനെ നമുക്ക് നെർവ്സിന് സ്റ്റിമുലേഷൻ കിട്ടി റോഡ്സ് ആൻഡ് കോൺസ് വർക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ലൈറ്റിൻ്റെ സെൻസേഷൻ അറിയാൻ. ഓക്കെ, അപ്പോൾ റെറ്റിന പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ വൈറ്റമിൻ എയുടെ ആവശ്യമുണ്ട്. അപ്പോൾ വൈറ്റമിൻ എ കുറയുമ്പം ചെറിയ ലൈറ്റിൽ റെറ്റിന ഫങ്ഷൻ ചെയ്യത്തില്ല, റോഡ്സ് ആൻഡ് കോൺസ് ഫങ്ഷൻ ചെയ്യത്തില്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ എ ആണ്. ഡൗൺ സിൻഡ്രോം എന്ന് വെച്ചാൽ ഒരു ജനറ്റിക് ഡിസോർഡറാണ്. അതിനാണ് ട്രൈസോമി 21 എന്നും പറയും. 21ാമത്തെ ക്രോമോസോമിൽ ഉള്ളൊരു ഡിഫക്റ്റാണ് ഡൗൺ സിൻഡ്രോം. ഓക്കെ, ആൻസർ ബി ആണ്. സിക്കിൾ സെൽ അനീമിയ വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ അനീമിയാണ്, പക്ഷെ അത് ജനറ്റിക്കായിട്ട് ഉള്ളൊരു ഡിസോർഡറാണ്. അപ്പം ഹീമോഗ്ലോബിൻ്റെ സ്ട്രക്ചർ ഒരു സിക്കിൾ ഷേപ്പ് ആവും, ക്രിസ്റ്റലൈസ് ആവും ഓക്സിജൻ്റെ അളവ് കുറയുമ്പോൾ. ഓക്കെ, അങ്ങനെ വരുമ്പോൾ RBC ബ്രേക്ക് ആവും, അങ്ങനെ RBC എണ്ണം കുറയും. അങ്ങനെയാണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. ജനറ്റിക് ഡിസോർഡറാണ്. ആൻസർ ബി ആണ്. ആസ്മ എന്ന് പറയുന്നത് നമ്മൾ ശ്വാസം മുട്ടി ലങ്സിനകത്ത് എയർ പോകുന്നതിന് തടസ്സം ഉണ്ടാകുമ്പോഴാണ് ആസ്മ എന്ന് പറയുന്നത്. അത് ഒരു ചില കണ്ടീഷനിൽ ചില ആൾക്കാർക്ക് ചില സമയത്തൊക്കെ വരുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ അത്
പൊടി തട്ടുമ്പോൾ തണുപ്പടിക്കുമ്പോൾ അങ്ങനെ പല കാരണം കൊണ്ട് വരാം. അപ്പോൾ ഒരു ഫിസിയോളജിക്കൽ കണ്ടീഷനാണത്. വേറെ ഇൻഫെക്ഷൻ വന്നാലൊക്കെ ആസ്മ വരാം, പക്ഷേ ബേസിക്കലി അതിൻ്റെ അണ്ടർലൈൻ കോസ് എന്ന് പറയുന്നത് ഒരു ഫിസിയോളജിക്കൽ ചേഞ്ചാണ് ലങ്സിനകത്ത് വരുന്നത്. ആൻസർ ബി ആണ്. ഹൈപ്പർ ടെൻഷൻ ബി പി കൂടുന്ന അവസ്ഥയാണ്. അത് എന്താണ്, ഒരു ഫിസിയോളജിക്കൽ കണ്ടീഷനാണ്. ആൻസർ ബി ആണ്. ഇൻക്യുബേഷൻ പീരീഡ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ബോഡിക്കകത്ത് ഒരു മൈക്രോ ഓർഗാനിസം കയറി, ബാക്ടീരിയ വൈറസോ എന്തെങ്കിലും ശരീരത്തിൽ കയറുന്ന ആ സമയത്തിന് ഇൻഫെക്ഷൻ ഉണ്ടായാൽ തന്നെ നമുക്ക് അസുഖത്തിന് ലക്ഷണങ്ങൾ കാണത്തില്ല. അസുഖത്തിന് ലക്ഷണം കാണുന്ന 2-3 ദിവസം അല്ലെങ്കിൽ ഒരു സമയം കഴിഞ്ഞിട്ടായിരിക്കും. അപ്പം ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസ് ശരീരത്തിൽ കയറുന്നതും ലക്ഷണം കാണിച്ചു തുടങ്ങുന്നതിൻ്റെ ആ ഗ്യാപ്പിൽ നമുക്ക് നോർമലായിട്ട് തോന്നും. ആ സമയത്ത് എന്നോട് പറയുന്നത് ഇൻക്യുബേഷൻ പീരീഡ്. ആൻസർ ബി. പ്രോഡ്രോമൽ ഫേസിൽ അസുഖം സിംറ്റംസ് വന്നു തുടങ്ങി, പക്ഷേ സിംറ്റംസ് സിവിയർ ആയില്ല, സിംറ്റംസിനെ കൂടി വരികയാണ്. അപ്പോൾ തുടക്കത്തിലുള്ള സ്റ്റേജ് അല്ലെങ്കിൽ മൈൽഡ് സിംറ്റംസിനെയാണ് പ്രോഡ്രോമൽ ഫേസ്. അപ്പോൾ ഇൻക്യുബേഷൻ പീരീഡ് കഴിഞ്ഞ അടുത്ത ഫേസാണ് പ്രോഡ്രോമൽ ഫേസ്. ആൻസർ ബി ആണ്. ക്ലിനിക്കൽ ഫേസാണ് ശരിക്കും എല്ലാ സിംറ്റംസും കാണിക്കുന്നത്. അപ്പം ഒരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഇൻഫെക്ഷനായിട്ട് ബന്ധപ്പെട്ട് ഫീവറോ അല്ലെങ്കിൽ പനിയോ ചുമയോ അല്ലെങ്കിൽ വോമിറ്റിങ്ങോ ഒക്കെ പേഷ്യൻ്റ് നല്ല അസുഖത്തിന് ലക്ഷണങ്ങൾ കാണിക്കുന്ന സമയത്താണ് ക്ലിനിക്കൽ ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻസർ സി ആണ്. ഡിക്ലൈൻ ഫേസ് മീൻസ് ഇതിൻ്റെ അടുത്ത സ്റ്റേജാണ്. അടുത്ത സ്റ്റേജിൽ അസുഖത്തിൻ്റെ ഇത് കുറഞ്ഞു വരും, സിംറ്റംസ് എല്ലാം കുറഞ്ഞു വരും, പക്ഷേ കംപ്ലീറ്റ് മാറിയിട്ടില്ല. അപ്പോൾ ആ കുറഞ്ഞു വരുന്ന സ്റ്റേജിനെയാണ് സിംറ്റംസ് എന്ന് പറയുന്നത്. സിംറ്റംസ് റിഡ്യൂസ് ചെയ്യുന്ന സ്റ്റേജിനെയാണ് ഡിക്ലൈൻ ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻസർ ബി ആണ്. ഡയറക്റ്റ് ട്രാൻസ്മിഷൻ ഒരാളുടെ അടുത്ത ആളിലേക്ക് നേരിട്ട് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുകയാണ്. ഇടയ്ക്ക് വേറെ ഏജൻറ്റോ ഒന്നുമില്ല. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ. കാരണം ഒരാൾ ചുമക്കുകയോ തുമ്മുകയോ അയാളുടെ ശരീരത്തിലുള്ള ഇൻഫെക്ഷൻ ഈ വെള്ളത്തിൻ്റെ ഡ്രോപ്സ് കൂടെ എയറിൽ കൂടെ നേരെ മറ്റേ ശരീരത്തിലേക്ക് കയറുകയാണ്. അപ്പം അതിന് പറയുന്നത് ഡയറക്റ്റ് ട്രാൻസ്മിഷൻ. അപ്പം ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ആൻസർ സി. ഇൻഡയറക്റ്റ് ട്രാൻസ്മിഷൻ മീൻസ് നേരിട്ട് അല്ല, വേറെ ഏജൻറ്റ് വഴിയോ ലിവിങ്ങോ നോൺ ലിവിങ് ഏജൻറ്റ് വഴി സ്പ്രെഡ് ആകുമ്പോൾ അതിനാണ് ഇൻഡയറക്റ്റ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് 4 ഓപ്ഷൻ: സ്കിൻ കോൺടാക്ട്, ട്രാൻസ്പ്ലാന്റ്, വെക്ടർ ബോൺ, ടച്ച്. അപ്പോൾ അതിൽ വെക്ടർ ബോൺ എന്ന് വെച്ചാൽ വേറെ ഏതെങ്കിലും ജീവി വഴി അത് അസുഖം സ്പ്രെഡ് ചെയ്യുക. അപ്പം ഉദാഹരണത്തിന് മലേറിയ സ്പ്രെഡ് ചെയ്യുന്നത് മോസ്കിറ്റോ വഴിയാണ്, കൊതുക് വഴിയാണ്. അപ്പോൾ കൊതുകാണ് എൻ്റെ വെക്ടർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ സി ആണ്, വെക്ടർ ബോൺ. ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ. ഡ്രോപ്ലെറ്റ് മീൻസ് നമ്മൾ ചുമക്കുമ്പോഴോ തുമ്മുമ്പോഴോ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്ത് പോകുന്ന ഡ്രോപ്സ്, വെള്ളത്തിൻ്റെ ഒരു സ്പ്രേ കൂടെ പുറത്ത് പോകും. അതിന് ഡ്രോപ്ലെറ്റ് എന്ന് പറയുന്നത്. അപ്പം അതെങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന, അത് എയറിൽ കൂടെ പോയിട്ട് എയറിൽ നിന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് അടുത്ത ആളുടെ ശരീരത്തിൽ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ആൻസർ ബി ആണ്, എയർ ഡ്രോപ്ലെറ്റ്സ്. ഡ്രോപ്ലെറ്റ് ഡിസീസ് ഏത് അസുഖമാണ് ഡ്രോപ്സ് വഴി സ്പ്രെഡ് ആവുന്നത്? അത് നാച്ചുറലി ഈ പറഞ്ഞ 3 ഓപ്ഷനിൽ ആൻസർ ബി ആണ്, ഇൻഫ്ലുവൻസ. മലേറിയ സ്പ്രെഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാലോ, കൊതു വഴിയാണ്. ടൈഫോയിഡ് വെള്ളത്തിൽ കൂടെ സ്പ്രെഡ് ചെയ്യുന്നു. റേബീസ് ഡോഗ്സിൻ്റെ ബൈറ്റ് കൊണ്ട് സ്പ്രെഡ് ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്ത് കറക്റ്റ് ആൻസർ ബി ആണ്, ഇൻഫ്ലുവൻസ. വെക്ടർ ബോൺ ഡിസീസ്. വെക്ടർ നേരത്തെ പറഞ്ഞു, നമ്മൾ ഒരു ജീവി വഴി സ്പ്രെഡ് ആവുന്ന, ഒരു ഇൻസെക്റ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ജീവി വഴി സ്പ്രെഡ് ആവുന്നതാണ് വെക്ടർ ബോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ബെസ്റ്റ് എക്സാമ്പിൾ മലേറിയയാണ്. മലേറിയയുടെ വെക്ടർ മോസ്കിറ്റോ അനോഫിലിസ്, ഫീമെയിൽ അനോഫിലിസ് മോസ്കിറ്റോ ആണ്. ആൻസർ ബി ആണ്. വെഹിക്കിൾ ബോൺ ട്രാൻസ്മിഷൻ. വെഹിക്കിൾ എന്ന് പറയുമ്പോൾ ലിവിങ് ആയിട്ടുള്ളതല്ല, നോൺ ലിവിങ് ആണ്. അപ്പം ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ നോൺ ലിവിങ്, ഇപ്പോൾ ഫുഡും വാട്ടറും അതുവഴി സ്പ്രെഡ് ആവുകയാണെങ്കിൽ, വെള്ളത്തിൽ കൂടെയോ അല്ലെങ്കിൽ ആഹാരത്തിൽ കൂടെ സ്പ്രെഡ് ആവുകയാണെങ്കിൽ അതാണ് ആഹാരം ഫുഡുമാണ് വെഹിക്കിൾ എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് മോസ്കിറ്റോ ടച്ച് എയർ എന്ന് പറയുന്നത് മോസ്കിറ്റോ വെക്ടറാണ്, ടച്ച് എയറും ഡയറക്റ്റ് ആണ്. അപ്പോൾ ഫുഡ് വാട്ടറുമാണ് വെഹിക്കിൾ ബോൺ. ആൻസർ ബി ആണ്. ഡയറിയ മീൻസ് ലൂസ് മോഷൻ ആണ്. അപ്പം ആൻസർ ബി ആണ്, ലൂസ് സ്റ്റൂൾ. മെയിൻ റൂട്ട് ഓഫ് ഡയറിയ സ്പ്രെഡ്. ഈ ലൂസ് മോഷൻ അല്ലെങ്കിൽ വയറിളക്കം എന്നുള്ള അസുഖം എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്?
ഒരാളുടെ ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്ന വേസ്റ്റ്, ആ വേസ്റ്റിൽ നിന്ന് അത് വെള്ളത്തിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ചെന്നിട്ട് അതിൽ നിന്ന് വേറെ ആളുടെ കോണ്ടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ അയാൾ കഴിക്കുന്ന ആഹാരത്തിൽ വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും മറ്റേയാളുടെ ശരീരത്തിലേക്ക് കയറും. അപ്പം അതിനെ പറയുന്നത് ഫിഫോ ഓറൽ റൂട്ട് എന്നാണ്. ആൻസർ ബി ആണ്. ORS ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ ആണ് ORS. എന്തിനാ യൂസ് ചെയ്യുന്ന അറിയാലോ, അത് ശരീരത്തിൽ വെള്ളം ഒരുപാട് നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ORS ആണ്. അപ്പോൾ ആൻസർ ബി ആണ്, റീഹൈഡ്രേഷൻ. ഡിസെൻട്രി ഈസ് കോസ്ഡ് ബൈ, ഡിസെൻട്രി ലൂസ് മോഷൻ ആണ്, ഭയങ്കര കൂടുതൽ സിവിയർ ലൂസ് മോഷൻ ആണ് ഡിസെൻട്രി എന്ന് പറയുന്നത്. അത് യൂഷ്വലി ഒരു ഫുഡ് പോയ്സണിങ് വരെ വരുന്നതാണ്. അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള ബാക്ടീരിയ ഷിഗല്ല എന്ന് പറയുന്ന ബാക്ടീരിയയാണ്. അപ്പോൾ ആൻസർ ബി ആണ്. മലേറിയ ഈസ് ട്രാൻസ്മിറ്റഡ് ബൈ, മലേറിയ എങ്ങനെ ട്രാൻസ്മിറ്റ് ആവുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ. ആൻസർ ബി ആണ്. മലേറിയ പാരസൈറ്റ് ഈസ് പ്രോട്ടോസോമാണ്. ബാക്ടീരിയ, വൈറസും ഫംഗസും അല്ല, പ്രോട്ടോസോമാണ്. നമ്മൾ അമീബ പോലത്തെ ആ ഗ്രൂപ്പിൽ പെടുന്ന ഒരു പ്രോട്ടോസോമാണ്. അതിന് പറയുന്നത് പ്ലാസ്മോഡിയം വൈവാക്സ് എന്നാണ് പറയുന്നത് പ്രോട്ടോസോയുടെ പേര്. ആൻസർ സി ആണ്. മലേറിയ കോമൺ സിംറ്റംസ്, മലേറിയ പ്രത്യേകിച്ച് എടുത്തു വരാനുള്ള സിംറ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കര പനിയും വിറയിലും വിയർത്ത് വരുന്നതാണ് മെയിൻ സിംറ്റം. അതിൻ്റെ ആൻസർ ബി, ഫീവർ വിത്ത് ചിൽസ് ആണ്. ഓക്കെ, ആൻസർ ബി ആണ്. റേബീസ് ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ, റേബീസ് എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ആവുന്നത് നമുക്കറിയാം, ഡോഗ് ബൈറ്റ് അല്ലെങ്കിൽ ആനിമൽ ബൈറ്റ് വഴി. കോമൺ ഡോഗ് ബൈറ്റ് ആണ്. അപ്പോൾ ആൻസർ സി ആണ്. റേബീസ് വൈറസ് ഈസ് പ്രസന്റ് ഇൻ, റേബീസ് വൈറസ് എവിടെയുള്ള ഡോഗ് ബൈറ്റ് ചെയ്യുമ്പോൾ ഡോഗിൻ്റെ സലൈവ അല്ലെങ്കിൽ തുപ്പലിലാണുള്ളത്. ആൻസർ ബി ആണ്. ഫസ്റ്റ് എയ്ഡ് ഫോർ റേബീസ് ബൈറ്റ്, ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഡോഗ് ബൈറ്റ് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് നന്നായിട്ട് കഴുകുക എന്നുള്ളത്. വാഷ് വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. ആൻസർ ബി ആണ്. റൗണ്ട് വോം ഇൻഫെക്ഷൻ ഇൻഫെക്ഷൻ, റൗണ്ട് വോം അല്ലെങ്കിൽ വയറ്റിനകത്ത് വേരയുടെ പ്രശ്നം വരുന്നത് എങ്ങനെയാണ്? അത് എങ്ങനെയാണ് സ്പ്രെഡ് ആവുന്നത്? നമ്മൾ വേസ്റ്റ്, മനുഷ്യൻ്റെ വേസ്റ്റ് വെളിയിൽ പോകുമ്പോൾ മണ്ണിലൊക്കെ വന്നിട്ട് ആ മണ്ണിൽ നിന്ന് അടുത്ത ആളുടെ ശരീരത്തിൽ, അടുത്ത ആളുടെ ഫുഡിലോ ആഹാരത്തിലൊക്കെ പോയിട്ട് ആ വഴി കൂടെയാണ് അയാളുടെ ശരീരത്തിൽ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ ബി ആണ്, സോയിൽ കോണ്ടാമിനേഷൻ. ഡ്രഗ് യൂസ്ഡ് ഫോർ റൗണ്ട് വോം ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ഡ്രഗ് കൊടുക്കേണ്ടത്? ആൻസർ ആൽബൻഡസോൾ, ബി ആണ്. കോമൺലി കൊടുക്കുന്ന മരുന്ന് ആൽബൻഡസോൾ ആണ്. ആൻസർ ബി. സ്മോൾ പോക്സ് ഇസ് കോസ്ഡ് ബൈ, സ്മോൾ പോക്സിൻ്റെ വൈറസ് ആണ്. ആൻസർ സ്മോൾ പോക്സ് ഇപ്പം നമ്മൾ ഇറാഡിക്കേറ്റ് ചെയ്ത ഒരു ഫസ്റ്റ് അസുഖമാണ്, വേൾഡ് മൊത്തം ഇറാഡിക്കേറ്റ് ചെയ്ത് വാക്സിനേഷൻ വഴി ഇറാഡിക്കേറ്റ് ചെയ്തത്. അപ്പോൾ ആൻസർ വൈറസ് ആണ്. ആൻസർ ബി. സ്മോൾ പോക്സിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ്, ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ വൈറസ് ശരീരത്തിൽ കഴിഞ്ഞ് എത്ര സമയം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ലക്ഷണങ്ങൾ? അതിൻ്റെ ലക്ഷണം വെച്ചാൽ സ്കിന്നിൻ്റെ പുറത്ത് ഇങ്ങനെ ലീഷൻസ് വരുന്നതിന് ലക്ഷണങ്ങൾ എന്ന് പറയുന്നു. ആൻസർ ബി ആണ്, 12 to 14 days, 2 ആഴ്ചക്കകം വരും. TB is positive, ട്യൂബർക്ലോസിൻ്റെ ബാക്ടീരിയ, അതിൻ്റെ ആൻസർ ബാക്ടീരിയ ആണ്. മൈക്രോബാക്ടീരിയം ട്യൂബർക്കുലൈ എന്ന ബാക്ടീരിയ ആണ്. ആൻസർ ബി ആണ്. TB എങ്ങനെ സ്പ്രെഡ് ആവുന്നത്? ഒരാളുടെ ശരീരത്തിനകത്ത് ശരീരം പോകുന്ന ഡ്രോപ്സ് വഴിയാണ് സ്പ്രെഡ് ആവുന്നത്. അരിച്ചുമറ്റുമ്പോഴും തുമ്മുമ്പോഴും ഒക്കെ എയറിൽ കൂടെയാണ് സ്പ്രെഡ് ആവുന്നത്. അപ്പോൾ ആൻസർ ബി ആണ്, ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ. ഫസ്റ്റ് ലൈൻ ഫോർ TB, TBയുടെ ഡ്രഗ്സിൽ ആദ്യം കൊടുക്കുന്ന മരുന്ന് ഏതാണ്? ആദ്യം കൊടുക്കുന്നത് ഐസോനിക് ആസിഡ് ആണ്. ആൻസർ ബി ആണ്. ടൈഫോയിഡ് ഈസ് കോസ്ഡ് ബൈ, ടൈഫോയിഡ് കോസ് ചെയ്യുന്നത് ബാക്ടീരിയ ആണ്. അതിൻ്റെ പേര് സാൽമണല്ല ടൈഫി എന്നാണ്. ആൻസർ ബി ആണ്. ടൈഫോയിഡ് സ്പ്രെഡ്സ് ബൈ, ടൈഫോയിഡ് സ്പ്രെഡ് ആവുന്നത് വെള്ളത്തിൽ കൂടെ, ആഹാരത്തിൽ കൂടെയാണ്. നമ്മൾ കുടിക്കുന്ന വെള്ളവും അല്ലെങ്കിൽ കഴിക്കുന്ന ഫുഡിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതുവഴി നമ്മൾ ശരീരത്തിൽ കയറിയിട്ടാണ് നമുക്ക് അസുഖം വരുന്നത്. ആൻസർ ബി ആണ്. ടൈഫസ് ഈസ് കോസ്ഡ് ബൈ, ടൈഫസ് എന്ന് പറയുന്നത് വേറൊരു അസുഖമാണ്. റിക്കറ്റ്സി എന്നൊരു ഗ്രൂപ്പാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പം ആൻസർ ബി ആണ്. STD സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ് STD എന്ന് പറയുന്നത്. അത് സ്പ്രെഡ്സ് ബൈ
ആൻസർ ബി ആണ് സെക്ഷൽ കോണ്ടാക്ട്. ഗൊണോറിയ ഈസ് അഗെയിൻ അതൊരു STD ആണ്, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ്, അത് ബാക്ടീരിയ വഴി സ്പ്രെഡ് ആവുന്നതാണ്. അപ്പോൾ ആൻസർ ബി ആണ്. ബെസ്റ്റ് പ്രിവെൻഷൻ ഓഫ് STD, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് പ്രിവെന്റ് ചെയ്യാൻ ഏറ്റവും നല്ല ഓപ്ഷൻ എന്താണ്? ആൻസർ ബി ആണ്, കോണ്ടോം. അതാണ് സേഫസ്റ്റ് മെത്തേഡ്. ഐസൊലേഷൻ മീൻസ് ഒരു അസുഖമുള്ള ആളെ നമ്മൾ മാറ്റി നിർത്തുന്നു, വേറെ റൂമിലാക്കുന്നു, അല്ലെങ്കിൽ മറ്റാൾക്കാരിൽ നിന്ന് മാറി സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നതാണ് ഐസൊലേഷൻ എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്, സെപ്പറേഷൻ ഓഫ് പേഷ്യൻറ്റ്. ആൽക്കഹോൾ ഈസ് യൂസ്ഡ് ആസ്, ആൽക്കഹോൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ ക്ലീനിങ്ങിനും നമ്മൾ സർഫസുകൾ ക്ലീൻ ചെയ്യാനും സ്കിൻ ക്ലീൻ ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്. അപ്പം അതിൻ്റെ ആക്ഷൻ ഒരു ആൻറ്റിസെപ്റ്റിക് ആക്ഷൻ ആണ്. അപ്പോൾ ആൻസർ ബി ആണ്. ക്ലോറിനേഷൻ ഈസ് യൂസ്ഡ് ഫോർ, ക്ലോറിനേഷൻ എന്തിനാണ് ചെയ്യുന്നത്? വെള്ളത്തിന് നമ്മൾ അണുക്കൾ മാറ്റാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആൻസർ ബി ആണ്, വാട്ടർ ഡിസിൻഫെക്ഷൻ. ഇനി ഈ essay ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് അതിൻ്റെ ഈ യൂണിറ്റ് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലിൽ നിന്ന് essay ക്വസ്റ്റ്യൻ എടുത്തിട്ട് നോക്കിയിട്ട് അതിൻ്റെ ആൻസേഴ്സ് സ്റ്റഡി മെറ്റീരിയലിൽ നിന്ന് കണ്ടെത്താൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അതിനകത്തുള്ളത്. ഓക്കെ, വിൽ സ്റ്റോപ്പ് ഹിയർ. താങ്ക് യു വെരി മച്ച്.